ഉസ്താദ് മാഷാഅല്ലാഹ് നല്ലൊരു സുഖം. ചെറുതായിട്ട് ഇടയ്ക്ക് ഒരു 1-2 കട്ട് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് മാത്രമൊന്നും അറിയില്ല. പിന്നെ ഞാനങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നീട് ശരിയായി, അതിൻ്റെ ഇടയിൽ 1-2 സ്ഥലത്ത് മാത്രം. ശബ്ദം കേൾക്കുന്നില്ല? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാ. സൂപ്പർ കിങ് ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മൈക്ക് വേണോ? സൂപ്പർ കിങ് റൈസാൻ ചെയ്ത് നിൽക്കുന്ന സൂപ്പർ കിങ് മൈക്ക് വേണോ? മൈക്ക് വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചാൽ മതി. നിങ്ങൾ മൈക്ക് എടുക്കുന്നത് കാണാത്തതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. സൂപ്പർ കിങ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്ക് വേണമെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മൈക്ക് വിടാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അദ്ദേഹം അറിയാതെ റൈസാൻ ചെയ്താൽ തോന്നുന്നത്. ഓക്കെ, ഹുസൈൻ റിനു മൈക്ക് വേണോ? ഹുസൈൻ റിനുനെ പോവുകയും ചെയ്തോ? ഓക്കെ, എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ IT ക്ലാസിന്റെ ടൈമാണ്. ആർക്കും മൈക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പബ്ലിക്കിൽ അടിച്ചാൽ മതി, മൈക്ക് വിടാം. പിന്നെ ഇല്ലെങ്കിൽ റിനു പോയി ഉസ്താദ്. ഇല്ലെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ ഷെഡ്യൂൾഡ് തീരുമാനിച്ചത് കൊണ്ട് പിന്നെ IT ക്ലാസ് ആയിട്ടൊന്നല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് IT സംബന്ധമായ സംശയങ്ങൾ അറിയുന്നത് പരസ്പരം പങ്കുവെക്കാം അല്പസമയം എന്ന് തോന്നുന്നു. പക്ഷെ അത് ശബ്ദം കേൾക്കുന്നുണ്ടോ? നമുക്ക് പബ്ലിക്കിന്റെ അഭിപ്രായം കൂടി എടുത്തിട്ട് നമുക്കതുപോലെ നീങ്ങാം. എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മളൊരു സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ അതാരെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കിയോ? ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ സോഫ്റ്റ്വെയർ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉപകാരപ്പെട്ടിട്ടുണ്ട്, മാഷാഅല്ലാഹ്. അബൂബൈസ് ഉസ്താദിനൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. എന്തായാലും നമ്മള് ഓരോ ആഴ്ചയിലും ക്ലാസ് എടുക്കുന്നത് നമ്മുടെ മെയിലിലേക്ക് പിന്നെ കൂടുതൽ പേര് ആവശ്യപ്പെട്ടുകൊണ്ട് മെയിൽ ചെയ്യുന്ന മെയിലുകൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ പേരും ഓരോ ആഴ്ചയിലും മെയിൽ ചെയ്തിട്ട് പിറ്റത്തെ ആഴ്ചയിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിന് ശേഷവും മെയിലിലൂടെയൊക്കെ വന്ന ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെട്ട ഒന്നായിരുന്നു, എല്ലാവരും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളായിരുന്നു. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ വരുന്ന പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുകയും പിന്നെ തെറ്റിയാൽ സിസ്റ്റം റീസ്റ്റോർ ചെയ്യും. അതെ, തെറ്റിയാൽ നേരെ സിസ്റ്റം റീസ്റ്റോർ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല, റെഡിയാവും. അപ്പോൾ ക്ലാസ് റൂമിൽ വരുന്ന പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ കൂടുതൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ആവശ്യമില്ലാത്ത ഫയലുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഒഴിവാക്കുന്നതിനെ കുറിച്ചും സിസ്റ്റം സ്പീഡാക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ 2 ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ പിന്നെ ഒഴിവാക്കുന്നതിനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടത്. പക്ഷെ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ കൂട്ടത്തിൽ തന്നെ അതിൽ നമ്മൾ സോഫ്റ്റ്വെയറുകൾ അതുപോലെ ടെമ്പററി ഫയലുകളൊക്കെ ആവശ്യമില്ലാത്തത് സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നവര്, ഇപ്പൊ ക്ലാസ് റൂം പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഭൂരിപക്ഷം പേരും റെക്കോർഡ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ലൈവുകളൊക്കെ വരുന്ന സമയത്തൊക്കെ. അപ്പൊ അതില് പിന്നെ അല്പം കഴിഞ്ഞിട്ടാവും. അപ്പൊ അതിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എല്ലാരും പറയുന്നത് പിന്നെ റെക്കോർഡ് കറക്റ്റ് ഇപ്പൊ ഉദാഹരണം പേരോടുസ്ഥാന്റെ ഒരു പ്രസംഗമാണ് അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഭാഗം മാത്രമായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതിനിടയിൽ ചിലപ്പോ എന്താണ് അതിന് മുന്നുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗങ്ങൾ ഇങ്ങനത്തെ സംഭവം എല്ലാം മൊത്തത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പൊ അത്രയും ആവശ്യമില്ല. ഈ ഫയലുകൾ അവർക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിന് പറ്റിയ എന്തെങ്കിലും ഒരു സംവിധാനം ഈ ക്ലാസ്സിൽ പറയണമെന്ന് പറഞ്ഞിട്ട് മെയിലിനകത്തും അതുപോലെ PM-ലൂടെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പറ്റുന്ന നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫയലുകൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് എടുത്തിട്ട്
പിന്നെ സേവ് ചെയ്ത് വെക്കാനും ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് പിന്നെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് നമുക്ക് സാധാരണക്കാർക്ക്, നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ സാധാരണ ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളിൽ കമ്പ്യൂട്ടറിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. വലിയൊരു ഹെവി പിന്നെ IT ക്ലാസ് ഒന്നല്ല, ജസ്റ്റ് അറിയുന്ന കാര്യങ്ങളൊന്ന് പങ്കുവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോ ചോദ്യങ്ങൾ PM-ലൂടെ ചോദിച്ചവരല്ലേ മെയിൽ ചെയ്തവരോ ഇനി അതല്ലാത്തവരോ ഈ ഇത്തരമൊരു സോഫ്റ്റ്വെയർ ആവശ്യമുള്ളവരുണ്ടോ അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ അത് വളരെ കുറഞ്ഞ പേർക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ലിങ്ക് മാത്രം വിട്ടുകൊടുത്താൽ മതി മെയിലിലൂടെ. ആവശ്യമുള്ളവരുണ്ടോ കട്ടിങ് എഡിറ്റിങ്ങിനൊക്കെ? ഓഡിയോ കട്ടർ, അതെ ഓഡിയോ കട്ടർ, ഓഡിയോ എഡിറ്റർ എന്നൊക്കെ പറയാം. ഉണ്ട്, ആവശ്യക്കാരുണ്ട്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ആ ഒരു ഓഡിയോ കട്ടറിനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. ഓഡിയോ എഡിറ്ററിന് അതിൽ ഒരുപാട് നമ്മൾ നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ ഒരുപാട് ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് നിലവിലുണ്ട്. ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ പിന്നെ ഏത് കോലത്തിൽ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനും മിക്സ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഏത് രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളും ഇന്ന് നെറ്റിനകത്ത് തിരഞ്ഞാൽ കിട്ടും. പക്ഷെ അതിനകത്ത് നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ, അതായത് പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ, പെട്ടെന്ന് ഉപയോഗിക്കാനും പറ്റുന്ന, മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് NCHന്റെ വേവ്പാഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഈ വേവ്പാഡിനകത്ത് ലിങ്ക് ഇവിടെ അടിക്കുന്നുണ്ട്. ഈ ലിങ്ക് നിങ്ങൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വേവ്പാഡ് സൗണ്ട് എഡിറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കാണാം. അത് ഫ്രീ സോഫ്റ്റ്വെയർ അല്ല, പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ അത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് അതിന്റെ ലൈസൻസ് ആക്ടിവേറ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം എന്തായാലും SGVയിൽ നിന്നും നൽകുന്നതായിരിക്കും. പക്ഷെ അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയുന്നില്ല. അതിന് സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പ് മെയിലിനകത്ത് നിന്ന് മെയിൽ വരുന്നതായിരിക്കും. ആ മെയിലുണ്ടാവും അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതി. അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കത് നേരിട്ട് പരീക്ഷിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോ ഈ ഒരു പിന്നെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മളിപ്പോ എത്ര മണിക്കൂർ പ്രോഗ്രാം ആയാലും ശരി, അത് റെക്കോർഡ് ചെയ്തതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുക്കുകയും ആ ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും സൗണ്ടിന്റെ കുറവോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആ ഓഡിയോ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ വേവ്പാഡ് സൗണ്ട് എഡിറ്റർ എന്ന് പറയുന്ന ഈ NCHന്റെ സോഫ്റ്റ്വെയർ. NCHന്റെ സോഫ്റ്റ്വെയർ ഇപ്പൊ തിരഞ്ഞെടുക്കാണ്ടായ കാരണം മറ്റെല്ലാ സോഫ്റ്റ്വെയറുകളും ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് വലിയ ഫയലുകളായിരിക്കാം. പക്ഷെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇത് മാത്രമല്ല, NCHന്റെ ഇതിൽ വരുന്ന ഓഡിയോ ആയാലും വീഡിയോ എഡിറ്റർ ആയാലും ഏത് സോഫ്റ്റ്വെയർ ആയാലും വളരെ ചെറിയൊരു ഫയലായിരിക്കും ഉണ്ടാവുക. വളരെ ചെറിയൊരു ഫയല്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് കൂടുതൽ സ്പേസ് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് സാധാരണക്കാർക്ക് ഇത് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എടുത്തിട്ട് പരിചയപ്പെടുത്തുന്നത്. മറ്റൊരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്, പലതും പല ആൾക്കാരും യൂസ് ചെയ്യുന്നവരുണ്ട്. അതെ, ക്ലിപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് പിന്നെ പറ്റിയ സോഫ്റ്റ്വെയറുമാണ്. ക്ലിപ്പുകൾ എല്ലാവരും ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ക്ലിപ്പുകൾ എല്ലാവരും ഉണ്ടാക്കണം. ഇനി ആർക്കെങ്കിലും ക്ലിപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ടാക്കാം. ആര് പറയുന്നതും ഏത് ഭാഗം വേണമെങ്കിലും കട്ട് ചെയ്തെടുത്ത് മുറിച്ച് മാറ്റി വെക്കുക, തലതിരിച്ച് വെക്കുക എല്ലാം ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്ലിപ്പിനെയും നമ്മൾ വിശ്വസിക്കാത്തതും. കാരണം ഇന്ന് എല്ലാ സോഫ്റ്റ്വെയറുകളും ഇന്ന് നെറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്, ഇതിന് മുന്നേ ഒരു പ്രാവശ്യം അബു ഫൈസ് ഉസ്താദിനോട് ഞാൻ പേഴ്സണലായിട്ട് ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഓരോ അക്ഷരങ്ങൾ എടുത്തിട്ട്, ഇപ്പൊ സംസാരിക്കുന്ന ഓരോ അക്ഷരങ്ങൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു വാക്ക് ഒരുമിച്ച് പറയുന്നത് പോലെ ആക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ തുടക്കം തൊട്ടേ IT ക്ലാസ്സിലെ ഏത് ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പറയുന്നതൊക്കെ എന്ത് ഉദ്ദേശിച്ചിട്ടാണ്, ഹൈറായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. കാരണം ഈ IT കൊണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഏത് രീതിക്ക് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം ITയുടെ ഏത് ക്ലാസ്സും. പക്ഷെ ഇത് ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ക്ലാസ് റൂമിനകത്തുള്ള പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുന്നവർക്ക്
അവരുടെ സിസ്റ്റത്തിനകത്ത് പിന്നെ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ക്ലാസ്, ഇപ്പോൾ ഫിക്ക് ക്ലാസ് ഒക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്യൂട്ടി പോകുന്ന സമയത്ത് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചിട്ട് പോകും. പിന്നെ വന്നതിന് ശേഷമായിരിക്കും അത് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ആകെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നടക്കുന്ന ഫിക്ക് ക്ലാസ് ഇല്ല, അതുപോലത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആദർശ ചർച്ചകളൊക്കെ അതിന്റെ മുന്നൊക്കെ വരുന്ന ഒരുപാട് പിന്നെ സാധാരണ സംസാരങ്ങൾ, അതുപോലെ റെക്കോർഡ് പ്ലേ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ ആവർത്തിച്ച് വരും. ഇത് ഡെയിലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നവർക്ക് ഡെയിലി ചിലപ്പോൾ ഒരേ പ്രോഗ്രാം തന്നെ, ഇപ്പൊ ക്ലാസ് റൂമിനകത്ത് റെക്കോർഡ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിലുള്ള ഒരു പ്രസംഗം തന്നെ എല്ലാ ദിവസത്തിലും ചിലപ്പോൾ റെക്കോർഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഫയലുകളൊന്നും ആവശ്യമില്ലല്ലോ, ഒറ്റ ഫയൽ മതിയല്ലോ. അതിനു വേണ്ടിയിട്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിന്റെ കൂടെയും കിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ. അപ്പൊ അത് പിന്നെ അപ്പൊ അത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈസൻസ് എഗ്രിമെന്റിന്റെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ആ ലൈസൻസ് എഗ്രിമെന്റിന്റെ വിൻഡോയിൽ നമ്മൾ അക്സെപ്റ്റ് ദ ലൈസൻസ് ടേംസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വിൻഡോക്കകത്ത് നമുക്ക് ഗൂഗിളിന്റെ ഒരു ടൂൾ ബാർ പിന്നെ വേണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വിൻഡോ ആണ് പിന്നെ വരുന്നത്. അപ്പൊ അതിനകത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റാൾ ദ ഫ്രീ ഗൂഗിൾ ടൂൾ ബാർ ഫോർ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒന്ന് ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഡിഫോൾട്ടായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഗൂഗിൾ ടൂൾ ബാർ ആവശ്യമില്ലാത്തവരാണെങ്കിൽ ആ സെലക്ട് ഒഴിവാക്കുക. ഒഴിവാക്കിയതിനു ശേഷം ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ഒരുപാട് സമയം തന്നു. ഉസ്താദെ, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം തന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്നതാണല്ലോ, പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടോ? ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടോ? ഒക്കെ ഡൗൺലോഡ് ചെയ്തോളൂ. ലിങ്ക് ഇവിടെ അടിക്കുന്നുണ്ട്. ഈ ലിങ്ക് നേരെ കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇന്റർനെറ്റ് ബ്രൗസറിൽ അഡ്രസ് ബാറിൽ പേസ്റ്റ് ചെയ്യുക. അടിച്ചാൽ തന്നെ കാണാൻ പറ്റും വേബ് ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്ത് മാത്രം ആ 2 കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് അതിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം നമുക്ക് ഓപ്പൺ ആയി വരും. അതിനകത്തേക്ക് നമ്മൾ ഏത് ഫയലാണോ ഏത് ഓഡിയോ ഫയലാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഫയൽ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അതിലേക്കൊന്ന് വലിച്ചിട്ടാൽ മതി. എന്നാൽ അതിനകത്ത് ആ ഫയൽ വരും. വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് അതിന്റെ പിന്നെ ആ ഓഡിയോ ഫയൽ അതിനകത്ത് കാണാൻ സാധിക്കും. കാണുന്നത് അതിന്റെ ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കുറെ വരകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ടുണ്ടാവും. ആ ഒരു ഓഡിയോ ഗ്രാഫായിരിക്കും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുക. അതിനകത്ത് താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഓഡിയോ ഫയൽ പ്ലേ ആവും. അതിനകത്ത് ഏത് ഭാഗത്താണോ നമുക്ക് ആവശ്യമുള്ള ഫയൽ നമുക്ക് എടുത്തു വെക്കേണ്ട ഭാഗമെങ്കിൽ ആ ഭാഗത്തുന്ന സമയത്ത് അത് മാത്രം നമുക്ക് മൗസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം സെലക്റ്റഡ് ആയി വരും. ആ സെലക്ട് ആയി വരുന്ന ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയൊരു നീളത്തിലുള്ളൊരു ഒരുപാട് ഓപ്ഷൻസുകളുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് കാണാം സേവ് സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെലക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത് എന്നും കൂടിയും അതിനകത്ത് ചോദിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് MP3 ഫോർമാറ്റ് കാണാൻ സാധിക്കുക. MP3 ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫയലിന്റെ കപ്പാസിറ്റി അത് കഴിയുന്നതും നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ആരിപ്പോ റെക്കോർഡ് ചെയ്യുന്നതൊന്നും CD ഇറക്കാനൊന്നും ഉദ്ദേശിക്കുന്നുള്ളവരാവില്ലല്ലോ. ജസ്റ്റ് പിന്നീട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ 64 സെലക്ട് ചെയ്യുക. അതല്ല അതൊരു റെക്കോർഡ് ചെയ്തിട്ട് ഒരു CD ഒക്കെ ആക്കിയിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പിന്നെ അതിലും കൂടിയ ഏതെങ്കിലും ഒരു ബിറ്റ് തെരഞ്ഞെടുത്തിട്ട് അതിനകത്ത് കാണാൻ നമുക്ക് ഓപ്ഷന് തെരഞ്ഞെടുത്തിട്ട് സേവ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമായിട്ട് സേവ് ആവുന്നതാണ്. അപ്പോൾ
ചെറിയ സോഫ്റ്റ്വെയർ, ചെറിയ സിമ്പിൾ പരിപാടിയുള്ള 1-2 പ്രാവശ്യങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഒരു ഐഡിയ കിട്ടും. ഫയൽ അതിലേക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അതിലേക്കൊന്ന് വലിച്ചിട്ടാൽ മാത്രം മതി ഫയല്. പിന്നെ അതുപോലെ സേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പിന്നെ ഏത് ഫോർമാറ്റിലാണ്, ഇപ്പൊ MP3-യിലാണോ ഇല്ലെങ്കിൽ MP4-ലാണോ, ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ അതിനകത്ത് ആ ഓപ്ഷൻ കാണിക്കും. അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. അവിടെ MP3 എന്ന് കാണും, MP3 സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കാണാം, 32, 24, പിന്നെ അതുപോലെ 96 ബിറ്റ് KBPS-ലോ ബിറ്റ്സിലൊക്കെ പിന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് അതിനകത്ത് കാണാൻ പറ്റും. അതിൽ ഒരു നോർമൽ രീതിക്കുള്ളവർക്ക് 64 ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫയൽ ഒരുപാട് വലിയ MB ഉള്ള ഫയൽ ആവുകയും ചെയ്യില്ല. അതേ സമയത്ത് ഒരു അത്യാവശ്യം നോർമൽ രീതിയിലുള്ള ക്ലിയറും ആ ഫയലിനുണ്ടാവും. അത് ചെറിയ സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് ഒരുപാട് പേര് PM-ലൂടെ അതുപോലെ മെയിലിലൂടെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഈ സോഫ്റ്റ്വെയർ 15 ദിവസത്തേക്കാണ് നമുക്ക് അതിന്റെ ഫ്രീ ടൈം കിട്ടുന്നത്. 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ രജിസ്റ്റർ വിൻഡോ ആയിരിക്കും ആദ്യം വരുന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റിലായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഒരു ചെറിയൊരു രജിസ്റ്റർ വിൻഡോ വരും. പക്ഷെ അത് 5 സെക്കൻഡ് 10 സെക്കൻഡിനേറ്റ് ആ വിൻഡോ കാണുള്ളൂ സ്ക്രീനിൽ. അത് പോകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം യൂസ് ചെയ്താൽ മതി സോഫ്റ്റ്വെയർ. അത് 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിൻഡോ പോകുന്നതല്ല. അപ്പൊ നമ്മള് പിന്നെ അപ്പൊ വേറൊന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ വേറൊന്ന് തരുന്നോണ്ട് കാര്യമില്ലല്ലോ. അതും ഇതുപോലെ 15 ദിവസം ഇല്ല ഒരു മാസം കിട്ടുള്ളൂ. പക്ഷെ 15 ദിവസമല്ല, നിങ്ങൾക്ക് ഇത് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് മെയിലായ sunniGlobalVoice@groups@gmail.com മെമ്പർമാരാവുക. ഇൻഷാ അല്ലാഹ് ആ മെയിലിനകത്തിലൂടെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്തതിന്റെ ശേഷം പിന്നെ നിങ്ങൾക്കിപ്പോ 15 ദിവസം വരെ ടൈമുണ്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ളത്. പക്ഷെ അതിന്റെ മുന്നായിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പ് മെയിലിലൂടെ ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി അതിനകത്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ വിശദവിവരം നമ്മുടെ ഗ്രൂപ്പ് മെയിലിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പ് മെയിൽ ജോയിൻ ചെയ്യേണ്ടവര് പിന്നെ ഇല്യാസ് തൃശ്ശൂര് എന്ന ഐഡിയിലേക്ക് മെയിൽ ID ഒന്ന് PM ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ ID PM ചെയ്തിരുന്നു. എനിക്ക് മെയിൽ ID PM ചെയ്യരുത്. ഇല്യാസ് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു അഡ്മിൻ നമ്മുടെ റൂമിലുണ്ടാവും. പക്ഷേ അത് ഇല്യാസ് തൃശ്ശൂരിന്റെ ഐഡിയിലേക്ക് ആൾ ഡെസ്കിൽ ഇല്ലെങ്കിലും ഓഫ്ലൈനിലായാലും ജസ്റ്റ് നിങ്ങളെ ഈ മെയിൽ ID ജസ്റ്റ് ഒന്ന് PM ചെയ്താൽ മാത്രം മതി. സ്റ്റീവിടെ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പിൽ നിന്നുള്ള മെയിലുകൾ, ഇതുപോലത്തെ മെയിലുകളും മറ്റെല്ലാ മെയിലുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് മെയിലിനകത്ത് ജോയിൻ ചെയ്യുക. അതിലൂടെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എങ്ങനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പ് മെയിലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി പിന്നെ ഇല്യാസ് തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു അഡ്മിൻ നമ്മുടെ റൂമിന് ഇല്യാസ് ഡെസ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ചെയ്താൽ ഉപകാരമായി. ഇല്ലെങ്കിൽ പിന്നെ റൂമിൽ ID ഉണ്ടോ? ഇല്യാസിന്റെ ID റൂമിലുണ്ടോ? ഇല്യാസ് തൃശ്ശൂര് റൂമിലുണ്ടോ? ഓക്കെ. റൂമിലുണ്ടെങ്കിൽ ഇല്യാസ് തൃശ്ശൂർ എന്ന് പറഞ്ഞ ഐഡിയിലേക്ക് ജസ്റ്റ് നിങ്ങൾ ഓഫ്ലൈൻ PM ചെയ്ത് കൊടുത്താൽ മതി. ആൾ ഡെസ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ജസ്റ്റ് പിന്നെ ഗ്രൂപ്പ് മെയിലിനകത്ത് അത് ആഡ് ചെയ്തോളും എന്നറിയിക്കുന്നു. അപ്പൊ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഇനി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഇപ്പൊ PM-ലൂടെ ഒക്കെ വരുന്നത് കോൾ റെക്കോർഡർ എങ്ങനെ ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യന് മാത്രം നമ്മൾ ഇവിടുന്ന് ആൻസർ പറയില്ല. കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. കോൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അറിയില്ല. സിസ്റ്റത്തിനകത്ത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ പറയുന്നത്. പിന്നെ അതുകൊണ്ട് കോൾ റെക്കോർഡിനെ കുറിച്ച് ആരും PM ചെയ്ത് ചോദിക്കണ്ട എന്ന് പ്രത്യേകം പറയുന്നു. ഇല്യാസിനെ നേരിട്ട് കാണുന്നതിനേക്കാളും ബെറ്റർ മെയിൽ ID ഒന്ന് PM ചെയ്ത് കൊടുത്താൽ അത് ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഒന്ന് മെയിൽ ID ഒന്ന് PM ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. എന്തായാലും ഇൻഷാ അല്ലാഹ് മൈക്ക് വിടുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സോഫ്റ്റ്വെയറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും. എനിക്ക് വേറൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഓക്കെ. ഈ ഈ ബയോലക്സിനെ കുറിച്ചാണ്. ബയോലക്സ് ഇപ്പോൾ നമ്മള് ഇത് സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നില്ല. ഇപ്പൊ മെസ്സഞ്ചറിൽ പോയിട്ട് ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് അതിൽ കയറണം വന്നെങ്കിൽ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കയറി വരുന്നില്ല. അതെന്താണ്? അല്ലെങ്കിൽ അത് പിന്നെ രണ്ടാമത് പിന്നെ കയറുന്നുണ്ടെങ്കിൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്ത് ഓൺ ആക്കണം, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം. ഇത് വിൻഡോസ് 8 ആണ് ഉപയോഗിക്കുന്ന മൊബൈൽ. അതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഓക്കെ, അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ബൈലക്സ് നിങ്ങൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുക. ബൈലക്സ് റിമൂവ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ബൈലക്സ് റിമൂവ് ചെയ്യുമ്പോൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അഡ്വാൻസ്ഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസ് 8 ആയാലും പിന്നെ അതിനകത്ത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾ ഈ രജിസ്ട്രി എഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺട്രോൾ F പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ ഒരു സെർച്ച് ചെയ്യാനുള്ളൊരു പിന്നെ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് ബൈലക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ബൈലക്സിന്റെ ഫയല്, അതിന്റെ രജിസ്ട്രി ഫയൽ അതിനകത്ത് കാണാം. ആ ബൈലക്സിന്റെ രജിസ്ട്രി ഫയൽ അതിനകത്ത് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ ബൈലക്സ് പുതുതായിട്ട് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആകുന്നതാണെന്ന് സുഹൃത്തിനെ അറിയിക്കുന്നു. മൈക്കോട്ട്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കാമോ കൂട്ടുകാരെ? ഇപ്പൊ ചോദിച്ച ചോദ്യം പിന്നെ ശരിക്ക് മനസ്സിലാവാത്തതാണോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെയാ വെച്ചാല് നമ്മൾ ബൈലക്സ് സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം ബൈലക്സ് നമ്മളത് പൂർണ്ണമായിട്ട് ഓഫായി പോണില്ല. വലതുവശത്ത് ബൈലക്സ് ഓണായി ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്താലേ കിട്ടാറുള്ളൂ. നമ്മൾ ഡെസ്കിൽ അതിന്റെ ബൈലക്സിന്റെ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയി വരാറില്ല. രണ്ടാമത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിനിപ്പോ അതാണോ കാര്യമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആ ചോദ്യം കേട്ടപ്പോ അങ്ങനെ തോന്നി, അപ്പൊ ഒന്ന് ഉണർത്താന്നുള്ള വിചാരിച്ചിട്ടാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് അതല്ല. ബൈലക്സ് സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാലും ബൈലക്സിന്റെ ഡെസ്ക്ടോപ്പ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ ബൈലക്സ് വരുന്നതല്ല. അതുപോലെ ബൈലക്സിനകത്ത് അധികം ആളുകൾക്കും വരുന്നൊരു പ്രശ്നമുണ്ട്. ബൈലക്സിൽ ഇൻഡെക്സ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഇടക്കിടക്ക് വരുന്നവരും അത്ര മെസ്സേജ് വരുന്നവരുണ്ടാവും. അത് ബൈലക്സിന്റെ ഒരു ഫയൽ പ്രോബ്ലം ആണ്. അതിന് ബൈലക്സ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഓക്കെ, മറ്റേത് ബൈലക്സ് സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സാധാരണഗതിയുള്ള പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞത്. അത് ബൈലക്സ് എക്സിറ്റ് അടിക്കാതെ രണ്ടാമത് പിന്നെ ഡെസ്ക്ടോപ്പിലുള്ള ബൈലക്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകുന്നതല്ല. അതല്ല അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന് ബൈലക്സ് ഈ പ്രശ്നവും ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ബൈലക്സ് ചിലർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൈലക്സ് ഓപ്പൺ ആയി വരും. പിന്നെ പക്ഷെ ബൈലക്സിന്റെ ആ ഐക്കൺ അതിന്റെ ആ എംബ്ലം നമ്മുടെ ടാസ്ക് ബാറിൽ കാണിക്കുകയും ചെയ്യും. അതിൽ എത്ര ഡബിൾ ക്ലിക്ക് ചെയ്താലോ എന്ത് ചെയ്താലും ഉണ്ടാവില്ല, ആ മെയിൻ വിൻഡോ ഓപ്പൺ ആയി വരാത്ത പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ബൈലക്സിനകത്ത് പലർക്കും നേരിടാറുണ്ട്. അത്തരം ആളുകളൊക്കെ എന്ത് ചെയ്താൽ മതി, ബൈലക്സ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യും. നിങ്ങൾ കൺട്രോൾ പാനലിൽ പോയിട്ടാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ബൈലക്സ് പൂർണ്ണമായിട്ടും സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആവുന്നതല്ല. നമ്മൾ കൺട്രോൾ പാനലിൽ പോയിട്ട് ബൈലക്സ് പിന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബൈലക്സ് പൂർണ്ണമായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആവുന്നതല്ല. അതിന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സോഫ്റ്റ്വെയർ അത് ഉപയോഗിച്ചിട്ടോ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ രജിസ്ട്രി എഡിറ്ററിൽ പോയിട്ട് അതിനകത്ത് നിന്നും ബൈലക്സിന്റെ ഫയൽ ഡിലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ സിസ്റ്റത്തിൽ നിന്ന് ബൈലക്സ് പൂർണ്ണമായിട്ടും പോവുള്ളൂ.
അത് പൂർണ്ണമായിട്ടും ഡിലേറ്റ് ചെയ്യാതെ നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്താലും അതുകൊണ്ട് ഉപകാരമൊന്നും കിട്ടൂല. പഴയ പ്രശ്നം അതുപോലെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. ഓക്കെ, എന്നറിയിക്കുന്നു. മൈക്കൂട്ട്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിസ്റ്റർ അസ്കർ, ഇപ്പോഴ് തന്ന ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടാണ്. ആക്ച്വലി ഈ സോഫ്റ്റ്വെയറിൽ നമ്മുടെ സൗണ്ട് കുറവുള്ള, നമ്മുടെ ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, സൗണ്ട് കുറവുള്ള വോയിസ് എല്ലാം കുറവുള്ള ക്ലിപ്പുകൾ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കണ്ടു, ആംപ്ലിഫൈ ലൗഡർ ഓർ സോഫ്റ്റ്വെയർ എന്നുള്ളത്. അപ്പോൾ അതിൽ ഇൻക്രീസ് ചെയ്യാതെ തന്നെ ആ ഒരു പാട്ട് മാത്രമാണ് കിട്ടുന്നത്. ആ ക്ലിപ്പ് മൊത്തത്തിൽ ഇൻക്രീസ് ആവുമോ? സപ്പോസ് ഒരു സ്പെസിഫിക് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കുറഞ്ഞിട്ടും കൂടിയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യുക? മാത്രമല്ല പിന്നെ വേറെ ഒന്ന് വെച്ചാൽ അതിൻ്റെ റിമൂവ് നോയ്സ് ഓർ ഇസൊക്കെ റിമൂവ് ചെയ്യാനുള്ളത്, അതും ആ ഓപ്ഷനും അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ നോയ്സസ് എവിടെയാണ് എങ്ങനെയാണുള്ളത് ഒന്ന് അറിയെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അതിനകത്ത് പിന്നെ നിങ്ങൾ ഏത് ഭാഗത്താണോ സൗണ്ട് കുറവുള്ളതെങ്കിൽ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫയൽ മൊത്തത്തിൽ സെലക്ട് ആവും. ഫയൽ മൊത്തത്തിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ അതിനകത്തുള്ള ഒരു ടൂൾസ് ബോക്സ് ഒരുപാട് ഓപ്ഷൻസുകളുള്ള ഒന്ന് വരും. അതിനകത്ത് നിങ്ങൾ താഴെ ഏറ്റവും താഴെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് മൗസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാണാം ആംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട്. ആ ആംപ്ലിഫൈ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എത്രയാണോ ആ വോളിയം കൂട്ടേണ്ടതെങ്കിൽ അതിന്റെ ലെവല്, അതിന്റെ ഗെയിന് എത്ര പെർസെന്റേജ് കൂട്ടണമെങ്കിൽ ആ ഗെയിൻ പെർസെന്റേജ് അവിടെ കൂട്ടി കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ലെവലിൽ അത് ആ വോളിയം അപ്പായിട്ട് വരുന്നതാണ്. വീണ്ടും നിങ്ങൾ ഒരിക്കൽ കൂടി അതേ ഭാഗം തന്നെ രണ്ടാമതൊന്നും കൂടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ആംപ്ലിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഫസ്റ്റ് പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് പിന്നെ 100% ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് മാക്സിമം 400% വരെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും. 400% ഉയർത്തിയ ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വീണ്ടും ആ സെലക്ട് ചെയ്ത ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതേ ആംപ്ലിഫൈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് 400 കൊടുക്കാം. അപ്പൊ അതിന്റെ നേരെ ഇരട്ടി 800% അതിന്റെ വോളിയം ലെവൽ കൂടുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ നോയ്സിന്റെ നോയ്സ് പ്രശ്നമല്ല രണ്ടാമത് ചോദിച്ചത്, നോയ്സ് പ്രശ്നമല്ലായിരുന്നു രണ്ടാമത് ചോദിച്ചിരുന്നത്. ഓക്കെ, നോയ്സിൻ്റെതും നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്യുന്ന അടുത്ത് തന്നെ അതിന്റെ ഓപ്ഷൻസും ഉണ്ട്. നോയ്സ് ലെവൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആംപ്ലിഫൈ ചെയ്യാൻ എടുത്തതിന്റെ അടുത്ത് തന്നെ അതിന്റെ നോയ്സ് ലെവൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയ ലെവൽ അതിനകത്ത് തന്നെ അടുത്ത് തന്നെ ഉണ്ട്. അത് എത്ര ലെവലിൽ വേണമെന്നുള്ളത് നിങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഫയലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഈ നോയ്സ് ലെവൽ നമ്മൾ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അല്ലാതെ നമുക്കൊരു കറക്റ്റ് ലെവൽ ഇത്ര ലെവൽ നിങ്ങൾ വെക്കണം എന്നുള്ളത് ഒന്ന് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ അതിനകത്തേക്ക് ലോഡ് ചെയ്യുന്ന ഫയൽ ഏത് ക്വാളിറ്റിയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ക്ലിയർ സൗണ്ട്സ് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാനുണ്ടോ? ഹലോ, ഈ വയർലെസ് മെസ്സഞ്ചർ ഏതെങ്കിലും മൊബൈലിൽ കിട്ടുമോ? വയർലെസ് മെസ്സഞ്ചർ ക്ലാസ് റൂം സോഫ്റ്റ്വെയർ ഏതെങ്കിലും മൊബൈലിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. മൊബൈലിനകത്ത് കിട്ടുന്നുണ്ട്. ബൈലക്സ് മെസ്സഞ്ചർ ആയിട്ടല്ല, സുന്നി ഗ്ലോബൽ വോയിസ് ആണെങ്കിൽ സുന്നി ഗ്ലോബൽ വോയിസിന്റെ റേഡിയോ ഈ ക്ലാസ് റൂമിനകത്ത് നടക്കുന്ന പ്രോഗ്രാമുകൾ 24 മണിക്കൂർ മൊബൈലിനകത്ത് ലഭിക്കുന്നതാണ്. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന STV റേഡിയോയുടെ സോഫ്റ്റ്വെയർ പറഞ്ഞുതരാം. അതല്ലെങ്കിൽ നോർമലായിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് www.mobile.sunniGlobalVoice.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ സുഹൃത്ത്,
ബൈലക്സ് മെസ്സഞ്ചർ കിട്ടില്ല. സുന്നി ഗ്ലോബൽ വോയിസിന്റെ പ്രോഗ്രാം 24 മണിക്കൂർ നിങ്ങൾക്ക് മൊബൈലിനകത്ത് ലഭിക്കുന്നതാണ്. ഒക്കെ റിമൂവ് ചെയ്യുന്നത് ഒന്നും കൂടി പറയാമോ? പിന്നെ റിമൂവ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ നിങ്ങൾ കൺട്രോൾ പാനലിൽ പോവുക, അതിനകത്ത് നിന്ന് ആ പ്രോഗ്രാം റിമൂവ് ചെയ്യുക. അതിനുശേഷം ബൈലക്സ് ആണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ വിൻഡോസ് 7 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു സെർച്ച് ഏരിയ കാണാൻ പറ്റും. അവിടെ രജിസ്റ്റർ എഡിറ്റ് എന്ന് എഡിറ്റ് ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രജിസ്റ്റർ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നിങ്ങൾ കൺട്രോൾ എഫ് അടിക്കുക, കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കൺട്രോൾ എഫ് അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു വിൻഡോ വരും. അതിനകത്ത് നിങ്ങൾ ബൈലക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ബൈലക്സിന്റെ ആ രജിസ്റ്റർ ഫയലുകൾ അതിനകത്ത് കാണിക്കും. ആ രജിസ്റ്റർ ഫയലിനകത്ത് ആ ബൈലക്സ് എന്ന് കാണുന്നിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലേറ്റ് ഓപ്ഷൻ കാണാം, ഡിലേറ്റ് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത് ബൈലക്സ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നതാണ്. ഓക്കെ. പിന്നെ മൈക്കൂട്ട് സാംസങ് മൊബൈലിനകത്ത് ആൻഡ്രോയിഡ് മൊബൈലുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് സുന്നി ഗ്ലോബൽ വോയിസ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. സുന്നി ഗ്ലോബൽ വോയിസിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നറിയിക്കുന്നു. പിന്നെ അതിനകത്ത് സുന്നി ഗ്ലോബൽ വോയിസിന്റെ റേഡിയോ അതുപോലെ ലൈവ് TV തുടങ്ങിയിട്ടുള്ള ഒരു 8ഓളം ഓപ്ഷൻസുകൾ അതിനകത്ത് സുന്നി ഗ്ലോബൽ വോയിസിന്റെ സർവീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ഐഫോണ് ആപ്പിൾ ഫോണുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവര് ഐട്യൂൺ റേഡിയോ എന്ന് ജസ്റ്റ് ഒന്ന് ആപ്പിളിന്റെ പിന്നെ ഐട്യൂണിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും കിട്ടും. അതിനകത്ത് നിങ്ങൾ ഐട്യൂൺ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് സുന്നി ഗ്ലോബൽ വോയിസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് റൂമിലെ എല്ലാ പ്രോഗ്രാമുകളും 24 മണിക്കൂർ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്. നോക്കിയക്കകത്ത് നോക്കിയ OVI സ്റ്റോർ കാണാം. OVI സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇന്റർനെറ്റ് റേഡിയോ എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഡിവൈസ് ഏതാണെങ്കിൽ ഏത് മോഡലാണെങ്കിൽ ആ മോഡല് നോക്കിയ N8 ആണെങ്കിൽ N8 എന്ന് കൊടുത്തിട്ട് ഇന്റർനെറ്റ് റേഡിയോ കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ അതിനകത്ത് നോക്കിയുടെ ഒരു റേഡിയോ ആപ്ലിക്കേഷൻ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനകത്ത് സുന്നി ഗ്ലോബൽ വോയിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ മൈക്കൂട്ട്. ആരുമില്ലേ? സൗണ്ട് കേൾക്കുന്നില്ല? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്തെല്ലാരും ഉറങ്ങിയതാണോ? ആരും ഒരു അനക്കും കാണുന്നില്ല. കല്ലാജ് ഉസ്താദ് റൈസാൻ ചെയ്ത് നോക്കാം. ഉസ്താദ് മൈക്കെടുത്തോളൂ. ഓക്കെ. കല്ലാജ് ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കല്ലാജ് ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ ഉസ്താദ് DC ഏതാണോ? ഉസ്താദ് DC ആയതാണോ? നമുക്ക് എന്തായാലും മൈക്ക് വിട്ടു മറ്റേ മൈക്ക് എടുത്തു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് പിന്നെ നമ്മളെ ഹാർഡ് ഡിസ്കിൽ നിന്ന് പിന്നെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലേക്ക് ഫയൽസ് കോപ്പി ചെയ്ത സമയത്ത് സോഫ്റ്റ്വെയർസ് കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിൻഡോസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് മാത്രം എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാക്ക് അതായത് തിരിച്ച് വീണ്ടും കോപ്പി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് മാത്രം കാണുന്നില്ല. അത് കാണുന്നില്ല, ഒരു ജസ്റ്റ് ഒരു ഐക്കൺ പോലെ കാണുന്നുണ്ട്. പക്ഷെ കോപ്പി ചെയ്തപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അത് സംഭവം നഷ്ടപ്പെട്ടു പോയോ അതോ ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ
എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഞാൻ റിമൂവ് ചെയ്യാം, മൈക്ക് റിമൂവ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, നിങ്ങൾ സിസ്റ്റത്തിനകത്തുനിന്ന് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്കാണോ കോപ്പി ചെയ്തത്? സിസ്റ്റത്തിനകത്തുനിന്ന് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്കാണോ കോപ്പി ചെയ്തത്? ഓക്കെ, സിസ്റ്റത്തിനകത്ത് ആ ഫയൽ വർക്ക് ചെയ്യുന്നുണ്ടോ? സിസ്റ്റത്തിനകത്ത് ആ ഫയൽ വർക്ക് ചെയ്യുന്നുണ്ടോ? സിസ്റ്റം ഫോർമാറ്റ് ചെയ്തു. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ കോപ്പി ചെയ്ത സമയത്ത് അതിന്റെ ഫുള്ള് ഫയൽ അതിലേക്ക് കോപ്പി ആയിട്ടുണ്ടാവില്ല. അത് ശ്രദ്ധിച്ചല്ലെങ്കിൽ പിന്നെ അതൊരു ഇമേജ് ഫയലായിട്ടാണ് ഉള്ളതെങ്കിൽ, പക്ഷെ ഇമേജ് ഫയൽ ആണെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ആകേണ്ടതാണ്. ഇമേജ് ഫയൽ ആണെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ടി വരും? ഏതെങ്കിലും ഒരു CD-യിലേക്ക് റൈറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്ത സമയത്ത് അത് പൂർണ്ണമായിട്ടും ഫയൽ കോപ്പി ആയിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഫയൽ മിസ്സിംഗ് ഉണ്ടാവും, അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. ഓക്കെ, അതല്ലെങ്കിൽ അത് ഇമേജ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ ഇതിന് ഉദാഹരണം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് XP അല്ലെങ്കിൽ വിൻഡോസ് 7 പോലത്തെ ഏതെങ്കിലുമൊക്കെ നമ്മൾ അതിന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിട്ട് അതൊരു സോഫ്റ്റ്വെയർ ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, അതൊരു ഇമേജ് ഫയലായിട്ട് നമുക്ക് ലഭിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഇമേജ് ഫയൽ നമ്മൾ ഏതെങ്കിലും CD-യിലേക്ക് റൈറ്റ് ചെയ്യേണ്ടി വരും. അത് റൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലത്തെ ഫയലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താണ് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഏത് മോഡൽ ഫയലാണെന്നുള്ളത് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസാണ് കോപ്പി ചെയ്തതെങ്കിൽ അതിനകത്ത് നിന്ന് എല്ലാ ഫയലും കോപ്പി ആയിട്ടുണ്ടാവില്ല. അതിന് മുന്നേ നിങ്ങൾ ഒരുപക്ഷെ ആ ഡിസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കോപ്പി ക്യാൻസൽ ആയിട്ടുണ്ടാവും കോപ്പി ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഫയലും എത്താത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓപ്പൺ ആവാത്തത്. പിന്നെ അതിന്റെ എന്താണ് എറർ മെസ്സേജ്, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു എറർ മെസ്സേജ് വരുമല്ലോ, അതെന്താണെങ്കിൽ അറിഞ്ഞെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് പറയാൻ പറ്റുള്ളൂ. സെറ്റപ്പ് ഉണ്ട് ഓഫീസ് ഫോൾഡറിൽ 453 KB ഓൺലി. ഓഫീസ് XP ഏതാണത്? ഓഫീസ് XP ഏത് വെർഷനാ പറയോ? ഓക്കെ, ഓഫീസ് 7 ആണെന്നുണ്ടെങ്കിൽ അതൊരു 453 KB ഒന്നല്ല ഉള്ളത്. 453 KB ഒന്നല്ല ആ ഫയൽ ഉള്ളത്. അപ്പൊ അതിനകത്ത് ആ ഫയല് കോപ്പി ആയിട്ടില്ല, അതിന്റെ സെറ്റപ്പ് ഫയലൊന്നും അതിലേക്ക് എത്തിയിട്ടില്ല. അതാണ് പ്രശ്നം. ഏതാണ്ട് 500ന്റെ മുകളില് MB തന്നെ വരുന്നുണ്ട് ഓഫീസ് XP എല്ലാം. ഓഫീസ് XP 2007 ഏതാണ്ട് 500 സംതിങ് 550 560ന്റെ അടുത്തോളം MB തന്നെ വരുന്നുണ്ട് അതിന്റെ ഫയൽ സൈസ്. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളിപ്പോ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചതിനകത്ത് അതിന്റെ ഫുള്ള് ഫയൽ നിങ്ങൾക്ക് കോപ്പി ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് അത് ഓപ്പൺ ആവാത്തത്. മൈക്കൂട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? നേരത്തെ DC ആയതാണ്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. പിന്നെ എന്റെ സംശയം എന്ന് വെച്ചാല് ഞാൻ മുമ്പ് ഈ നോക്കിയ N8 എന്നുള്ള സെറ്റില് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർനെറ്റ് റേഡിയോ സെർച്ച് ചെയ്തപ്പോ കിട്ടിയിരുന്നു. ഇപ്പോ അതിൽ നിന്ന് അതിന്റെ ശേഷം ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കുമ്പോ കിട്ടുന്നില്ല. അത് അതിന്റെ അടുക്ക് ഫോണിൽ നിന്ന് ഫോർമാറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ശേഷം ഇന്റർനെറ്റ് കിട്ടുന്നില്ല. അതിലോ റേഡിയോ വരുന്നുണ്ട്, ഇന്റർനെറ്റ് റേഡിയോ എന്നുള്ള അത് വരുന്നില്ല. അപ്പൊ വേറെ ഏതെങ്കിലും റേഡിയോ അതിന് മതിയാവോ എന്നുള്ള അറിയാൻ വേണ്ടിയാണ് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അത് നോക്കിയന്റെ ഇപ്പൊ ഇറങ്ങുന്ന സെറ്റുകളല്ലാത്ത പഴയ സെറ്റുകൾ യൂസ് ചെയ്യുന്നവരൊക്കെ അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും.
അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ നോക്കിയന്റെ സർവീസുകൾ നമുക്ക് അതിനകത്ത് ലഭിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ പഴയ ആദ്യം ഉണ്ടായിരുന്ന നോക്കിയക്കകത്ത് പിന്നെ ഓരോ മോഡലിനും ഇപ്പൊ 95 ആണെങ്കിൽ അതുപോലെ ഉള്ള ഓരോ മോഡലിനും ഒരു വെവ്വേറെ ഇന്റർനെറ്റ് റേഡിയോ ആപ്ലിക്കേഷനുകളായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഫയലുകളൊന്നും ഇപ്പൊ നിലവില് നോക്കിയ കൊടുക്കുന്നില്ല. അവരുടെ സൈറ്റിൽ നിന്ന് വരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ഇതിന്റെയും സോഫ്റ്റ്വെയറുകൾ, എല്ലാ മോഡലിനും സോഫ്റ്റ്വെയറുകൾ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയ PC സൂട്ട് നമ്മളെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. PC സൂട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലേക്ക് ഡാറ്റ കേബിൾ വെച്ചിട്ട് നമ്മുടെ ഹാൻഡ്സെറ്റ് കണക്ട് ചെയ്താൽ അതിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്നുള്ള ഓപ്ഷൻ കിട്ടും. ആ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിന്റെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഡേറ്റ് ആവും. അത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് നോക്കിയ സ്റ്റോർ അല്ലെങ്കിൽ OVA സ്റ്റോർ, ഈ രണ്ടാലൊന്ന് എല്ലാ സെറ്റിനകത്തും ഇപ്പൊ നിലവിൽ കിട്ടുന്നുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇന്റർനെറ്റ് റേഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ മതി. സെർച്ച് ചെയ്താൽ പിന്നെ അതിനകത്തുനിന്ന് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി അതും വർക്ക് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ ഇൻഷാല്ല മോഡൽ നമ്പർ ഒന്ന് മെയിലിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കറക്റ്റ് ഫയല് ഡൗൺലോഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് മൈക്കൂട്ട്. ഹലോ, അപ്പൊ ഇൻഷാല്ല അപ്പൊ ഇന്നത്തെ നമുക്ക് ക്ലാസ് നിർത്താം. ഇന്നിപ്പോ കൂടുതൽ ചോദ്യോത്തരങ്ങളൊന്നും ഇല്ല. പിന്നെ ഇന്നെല്ലാരും ഇവിടെ പോയിട്ടുണ്ട് തോന്നുന്നത്. അപ്പൊ ഒരു 1-2 PM വന്നിട്ടുണ്ട്. ഡിലേറ്റ് ആവാത്ത ഫയൽ ഡിലേറ്റ് ആക്കുന്ന ഒരു ക്ലാസ് കേട്ടിരുന്നു. അതിന്റെ ക്ലാസ് വീഡിയോ അയക്കുമോ? അതിന്റെ വീഡിയോ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. ആർക്കും നമ്മുടെ ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളൊന്നും പേഴ്സണൽ ആയിട്ട് നമുക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഒന്നെങ്കിൽ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിൽ ജോയിൻ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും അബൂ റഫ അല്ലെങ്കിൽ നവാസ് ഫോറിയോ. ഈ രണ്ടാളും ഒരു അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ STVയിൽ നടക്കുന്ന ഒട്ടുമിക്ക ക്ലാസ്സുകളുടെയും പിന്നെ യൂട്യൂബ് ലിങ്ക് അവർ നൽകുന്നതാണ്. അതിനകത്ത് എല്ലാ ക്ലാസ്സുകളും ഷെഡ്യൂളായിട്ട് നടക്കുന്ന എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിനകത്ത് സുന്നി ഗ്ലോബൽ വോയിസിന്റെ ചാനലിലും ലഭിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് അബൂ റഫ അല്ലെങ്കിൽ നവാസ് ഫോർ യു, ഈ രണ്ടാളും ഒരു അഡ്മിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് PM ചെയ്താൽ മതി. അവർ അതിന്റെ ലിങ്ക് നൽകുന്നതാണ് മൈക്കൂട്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് PM ചെയ്താൽ മതി. അവർ അതിന്റെ ലിങ്ക് നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും. കുറെ കഴിഞ്ഞിട്ട് എന്റെ കൂടെ എത്തുന്നത്, എന്റെ നെറ്റിന് സ്ലോ ആയിരിക്കും. അസ്കർക്ക, എനിക്ക് പറയാനുള്ളത്, ആദ്യം ഞാനൊരു പിന്നെ എക്സ്ട്രാ ഒരു USB വെച്ചിട്ട് ഇതിൽ രണ്ടും കൂടി കൂടുതലാക്കാൻ, അല്ല ഇതിന്റെ ഇത് കൂടുതലാക്കാൻ വേണ്ടിക്ക് MB കൂടുതലാക്കാൻ വേണ്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെയ്യാൻ കഴിയുന്നില്ല. അത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഇതൊന്നും കൂടി പറഞ്ഞു തരോ? നമുക്ക് ഇതിന്റെ ലോഡ് കുറക്കാൻ വേണ്ടിക്ക് നമ്മളെ പഴയ കമ്പ്യൂട്ടറും പുതിയതാകുന്ന പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അതിലാണെങ്കിൽ ഈ എന്താണ് എന്റെ പറയും മുഹമ്മദ് നമ്മളെ സ്റ്റീരിയോ മിക്സ് കിട്ടുന്നില്ല. അപ്പൊ അത് എന്താണെന്നും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, പുതിയ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് പിന്നെ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 7 ആണോ? വിൻഡോസ് 7 ആണോ? റൂവേഴ്സുക ലാപ്ടോപ്പാണത്? ലാപ്ടോപ്പാണോ? ഓക്കെ, അത് പുതിയ സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് പിന്നെ അതിന്റെ സ്റ്റീരിയോ മിക്സിന്റെ അതിന്റെ ഹൈ ഡെഫിനിഷൻ ഓഡിയോ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല ഒരു പക്ഷെ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ടാസ്ക് ബാറിനകത്ത് ഒരു സ്പീക്കറിന്റെ ചിഹ്നം കാണുന്നില്ലേ? വോളിയോ കൺട്രോളറിന്റെ ഒരു ചിഹ്നം കാണുന്നുണ്ടല്ലോ ഒരു സ്പീക്കറിന്. അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡിംഗ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. റെക്കോർഡിംഗ് ഡിവൈസ്. ആ റെക്കോർഡിംഗ് ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സൗണ്ടിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും.
ആ സൗണ്ട് വിൻഡോയില് പിന്നെ റെക്കോർഡിങ്, രണ്ടാമത്തെ ഓപ്ഷൻ റെക്കോർഡിംഗ് സെലക്റ്റഡ് ആയിരിക്കും. അതിനകത്ത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഏരിയയിൽ അതിൽ ചിലപ്പോൾ ഇന്റേണൽ മൈക്ക് അല്ലെ മൈക്രോഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 ഓപ്ഷൻ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അതിന്റെ ഫ്രീ ആയിട്ട് കിടക്കുന്ന വൈറ്റ് ഏരിയയിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ ഡിസേബിൾഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ഷോ ഡിസ്കണക്റ്റഡ് ഡിവൈസ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കിട്ടും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് രണ്ടൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റീരിയോമിക്സ് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിൻഡോക്കകത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോമിക്സിന്റെ അല്ലെങ്കിൽ റെക്കോർഡ് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്റ്റീരിയോമിക്സ് എന്ന് പറഞ്ഞിട്ടോ ഉള്ള ഒരു ഓപ്ഷനും കൂടി അതിനകത്ത് ഓപ്പൺ ആയിട്ട് വരും. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ഡ്രൈവർ തന്നെ പിന്നെ അതിന്റെ സൈറ്റിൽ ഏതാണോ ഡെല്ലാണെങ്കിൽ ഡെല്ല് അതിന്റെ സൈറ്റിൽ കയറുക. അതല്ല തൂഷിബയാണെങ്കിൽ തൂഷിബന്റെ സൈറ്റിൽ എനിക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ മോഡലുകളുടെയും ഡ്രൈവറുകൾ അതിനകത്ത് നമുക്ക് ഒറിജിനൽ ഡ്രൈവർ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ. പിന്നെ നിങ്ങൾ ഫസ്റ്റിൽ പറഞ്ഞത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊരു എക്സ്ട്രാ USB യൂസ് ചെയ്തിരുന്നു ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഇപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് അറിയില്ല. എനിക്ക് എന്താ സംഭവം എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്തായാലും. പിന്നെ ഓക്കെ, ഇത് സാംസങ്ങിന്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ സാംസങ്ങിന്റെ സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സാംസങ്ങിന്റെ എല്ലാ പ്രൊഡക്റ്റും അതിനകത്ത് കാണാൻ പറ്റും. അതിനകത്തുനിന്ന് ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുക. പിന്നെ ഏതാണ് മോഡലെങ്കിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ആ മോഡലും അതിനകത്ത് തന്നെ കാണാം. ആ മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡ്രൈവർ അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്തിട്ടുണ്ടോ ഇല്ല, ഡ്രൈവർ അതിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ MPL അരീക്കോടോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ജാറങ്ങണ്ടോ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫ്രീ ആയിട്ടുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് തീം വീവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ അത് റെഡിയാക്കി തരാവുന്നതേ ഉള്ളൂ. പുതിയ ലാപ്ടോപ്പിനകത്ത്. പഴയ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ പറഞ്ഞ എന്താണ് സംഭവം എനിക്ക് മനസ്സിലായാലും ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. മൈക്കൂട്ട്. ലാപ്ടോപ്പിന്റെ അടുത്തുണ്ടായത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ MB ഉള്ളൂ ഓൾറെഡി ഇതിന്റെ സ്പേസ്. അപ്പോൾ ആ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം പണ്ട് ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ കേട്ടിട്ട് അതുപോലെ ചെയ്തതാണ്. പണ്ട് അസ്കർക്ക് തന്നെ തോന്നും ക്ലാസ് എടുത്തു. അസ്കർക്കോ അല്ല MP അടിക്കോടോ എന്നറിയില്ല. ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ അത് ചെയ്തിട്ട് ഒരു സ്പീഡ് കുറവ്, ഇത് ഹാങ് ആയാൽ കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഇത് വെറുതെ ഹാങ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ പേര് ഇപ്പോ നമ്മുടെ ക്ലാസ് റൂമിൽ കയറാൻ കഴിയുന്നില്ല. കയറി കഴിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് ഡീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നില്ലേ 2-3 പേര് കംപ്ലൈന്റ് ചെയ്തു. 2-3 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കാം, നോക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. നിങ്ങളെ സിസ്റ്റത്തിനകത്ത് പിന്നെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി കുറവായതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതാണോ പറഞ്ഞത്? എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ഓക്കെ. അതിനകത്ത് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഇതുപോലെ റെക്കോർഡിംഗ് സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് ചെയ്യുന്ന ഫോൾഡർ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനകത്തേക്ക് കൊടുത്താൽ മതി. ഏത് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് ഫയൽ എവിടെയാണോ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആദ്യം തന്നെ കണക്ട് ചെയ്തിടുക. അതിനുശേഷം ഈ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഔട്ട്പുട്ട് ഫയൽ സേവ് ചെയ്യേണ്ട ഫോൾഡർ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അതിലേക്കേ പോവുള്ളൂ. പക്ഷേ ഈ റെക്കോർഡർ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്റ്റഡ് അല്ലെങ്കിൽ അത് ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾ C ഡ്രൈവിലേക്ക് തന്നെ ആയിരിക്കും പോവുക. നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള നിലവിലുള്ള ഹാർഡ് ഡിസ്കിലേക്ക് തന്നെ ആയിരിക്കും അത് സേവ് ആവുന്നത്. ഓക്കെ. അതായിരിക്കും നിങ്ങൾ ഉദ്ദേശം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ക്ലിയർ ആയി കേൾക്കുന്നില്ല എന്ന് ഒരാൾ പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല, കേൾക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ ഞാൻ സ്കൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുന്നു, എന്ത് ചെയ്യണം? ഓക്കെ. അതിന് സ്കൈപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് റിമൂവ് ചെയ്യുന്ന മാർഗുള്ളൂ. ഇപ്പൊ PM അടിച്ച ഷംസു 000 കേൾക്കുന്നുണ്ടോ? ഷംസു 000 കേൾക്കുന്നുണ്ടോ? ഓക്കെ. റിമൂവ് ചെയ്യുക, രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ.
ഫെയിൽഡ് ടു ഗെറ്റ് പ്രോസസ്സിംഗ് അഡ്രസ്. ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട്, പക്ഷേ ഇതൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ടാവും. വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ഇതേ പ്രശ്നം തന്നെ വീണ്ടും കാണിക്കും. അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫയലുകൾ സിസ്റ്റത്തിൽ നിന്ന് പോകാത്തത് കൊണ്ടാണ് വീണ്ടും ആ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പഴയ പ്രശ്നം വീണ്ടും കാണിക്കുന്നത്. അതിനുള്ള മാർഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഒന്നെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന്റെ രജിസ്ട്രി എഡിറ്റിൽ പോയിട്ട് തന്നെ രജിസ്ട്രി ഫയൽ അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. ഈ രജിസ്ട്രി എഡിറ്ററിനകത്ത് പോയിട്ട് കളിക്കുമ്പോൾ അറിയാത്തവരെന്ത് ചെയ്യരുത്, അതിനകത്ത് കയറിയിട്ട് ഒരു ഫയലും പിടിച്ച് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ പറയുന്ന ക്ലാസ്സുകൾ ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കോലത്തിലാണ്, സിസ്റ്റത്തിന് പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ. അപ്പൊ ഈ രജിസ്റ്റർ എഡിറ്ററിനകത്തൊക്കെ പോയി ചെയ്യുന്നവർ എന്തെങ്കിലും അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ രജിസ്റ്റർ എഡിറ്ററിനകത്ത് പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, സിസ്റ്റം തന്നെ ചിലപ്പോൾ വർക്കാവില്ല. സി ക്ലീനർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും പറ്റും. സി ക്ലീനർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഓക്കെ, സി ക്ലീനർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. സി ക്ലീനറൊക്കെ ഉപയോഗിക്കുന്നവര് അതിന്റെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. സി ക്ലീനറിന്റെ ഫ്രീ വേർഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം അതിനകത്തുനിന്ന് ലഭിക്കുന്നതല്ല. ജസ്റ്റ് അതിനകത്ത് കാണുന്ന 1-2 രജിസ്റ്ററി ഫയലുകൾ മാത്രം അത് ഡിലീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക് കോപ്പി ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ തരുമോ? എന്ത് കോപ്പി ചെയ്യാനാണെന്നും കൂടി ആ സുഹൃത്ത് അറിയിച്ചാൽ ചില പറയാനാണ്. ഈ ഓട്ടോമാറ്റിക് കോപ്പി ചെയ്യാന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ആയിക്കോട്ടെ. ഓക്കെ, ശീലൻ നിങ്ങൾ സ്റ്റീരിയോ മിക്സിലാണ് ഉള്ളത്. അത് ജസ്റ്റ് ഒന്ന് മൈക്രോഫോണിലേക്ക് മാറ്റുക. ഇത്രയും സമയം മൈക്കിൽ ഒന്നും കേട്ടിട്ടില്ലായിരുന്നു. സ്റ്റീരിയോ മിക്സിൽ നിന്നൊന്ന് മാറ്റിയ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം മൈക്ക് എടുത്താൽ ക്ലിയർ ആവും. ഗ്രൂപ്പ് മെയിലിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്ന് ചോദിച്ചിട്ട് PM വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് മെയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ ഈ മെയിൽ ID ഇപ്പൊ ക്ലാസ് റൂമിനകത്തുണ്ട് ഇല്യാസ് തൃശൂർ എന്നൊരു അഡ്മിൻ. ആ ഐഡിയിലേക്ക് ജസ്റ്റ് ഒന്ന് PM ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ഇമെയിൽ ID ഇല്യാസ് തൃശൂർ എന്ന ഐഡിയിലേക്ക് ഒരു അഡ്മിൻ ഉണ്ട് ക്ലാസ് റൂമിൽ. അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് PM ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഗ്രൂപ്പ് മെയിലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒക്കെ നേരത്തെ സുഹൃത്ത് ചോദിച്ച ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ആയിരിക്കും അല്ലേ? ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ആണോ മൈ ഫേവറേറ്റ് റൂം ചോദിച്ചത്? ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ആണോ? ഓക്കെ, ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ 2-3 ഐറ്റംസുകൾ ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇപ്പോൾ ടൈപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള നമ്മളെ കീശേരി ഉസ്താദൊക്കെ ഉണ്ട്. കീശേരി ഉസ്താദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദാണ് അതിന്റെ മാഷ്. ഈ ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നതിന്റെ എസ്റ്റിയിലെ ഉസ്താദാണ് ആര്? കീശേരി ഉസ്താദ്, അതിന്റെ ഉസ്താദാണ്. അപ്പൊ ഉസ്താദിനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് എന്ത് ചെയ്യും, അത് ചെയ്യേണ്ട രീതികൾ എങ്ങനെയൊക്കെയാന്നുള്ളത് ഉസ്താദിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉസ്താദ് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന കോലത്തിൽ ഒന്ന് പറഞ്ഞു തരും. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിപ്പോ തരാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തരാം എന്നറിയിക്കുന്നു. ഓക്കെ, മൈക്ക് വിട്ട്.
ഓക്കെ, ഇപ്പൊ പബ്ലിക്കിൽ അടിച്ചിട്ടുണ്ട് ലിങ്ക്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഈ പറയുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാല് പിന്നെ ഈ സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങളിപ്പോ അതിന്റെ ഓപ്ഷൻസിൽ അതിന്റെ സെറ്റിംഗ്സ് ഉണ്ട്. അത് വിശദമായിട്ട് പറയണമെങ്കിൽ ഞാൻ ആ സോഫ്റ്റ്വെയർ നോക്കിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ബൈലക്സിനകത്ത് ഉപയോഗിക്കുന്ന ടൈപ്പിംഗ് സോഫ്റ്റ്വെയറിന്റെ ലിങ്കാണ് ഞാൻ ഇവിടെ അടിച്ചിട്ടുള്ളത്. അതിനകത്തൊരു ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ബൈലക്സിനകത്ത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സോഫ്റ്റ്വെയറിലേക്ക് ആ ടെക്സ്റ്റ് സേവ് ആവുന്നതാണ്. ഏതെങ്കിലും ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഓണിലാണെങ്കിൽ അതിനകത്തേക്ക് ആ നിങ്ങൾ കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. അതിനുള്ള ആ ഷോർട്ട് കീയും അതിനകത്ത് തന്നെ കാണിക്കും. ആ ഷോർട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് എന്തുണ്ടാവും, അതേപോലെ തന്നെ വീണ്ടും ടെക്സ്റ്റ് ആയിട്ട് തന്നെ പബ്ലിക്കിൽ വരുന്നതാണ്. അതിനകത്ത് തന്നെയാണ് ഇപ്പോൾ ഈ പിന്നെ അറബി ടൈപ്പിങ്ങിലൊക്കെ ഉള്ള അറബിയിലൊക്കെ ഉള്ള ഒരുപാട് ഇബാറത്തുകളും കാര്യങ്ങളൊക്കെ നമ്മളെ റൂമിൽ അടിക്കുന്ന പലരും എന്ത് ചെയ്താണ്ട് അപ്പൊ കീശേരി ഉസ്താദോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഉസ്താദിനോട് ആരും സലാം ചെല്ലാന്നുണ്ടെങ്കിൽ സലാം മുഴുവനാകുന്നതിന് മുന്നേ ഉസ്താദിന്റെ അടുത്ത് മറുപടി ഇങ്ങോട്ട് വരും, സലാം അടക്കും ഉസ്താദ് അറബിയിൽ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ പിന്നെ ആദ്യം ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ് മാത്രമാണ് അടിച്ചതെന്നോ. ഓക്കെ, ലിങ്ക് ഇവിടെ അടിക്കുന്നുണ്ട് പബ്ലിക്കില്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ സെറ്റിംഗ്സ് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ലെറ്ററാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ലെറ്റർ അതിനകത്തേക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ചോദിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഏത് കീ പ്രസ് ചെയ്താലാണ് ഈ ടെക്സ്റ്റ് വരേണ്ടതെങ്കിൽ ആ കീ ആയിട്ട് തന്നെ അത് സെലക്ട് ചെയ്യുകയും ചെയ്യുക. അതല്ല ഇപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പിന്നുള്ള അറബിയിലുള്ള ടെക്സ്റ്റാണ് വരുന്നതെങ്കിൽ അത് മംഗ്ലീഷിൽ നിങ്ങൾ വെറും ASA എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പബ്ലിക്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ASA എന്ന് അടിച്ചിട്ട് സ്പേസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അത് പിന്നെ എന്താണ് പബ്ലിക്കിനകത്ത് വരുന്ന ടെക്സ്റ്റ് കോപ്പി ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് സേവ് ആവുന്നതാണ്. അതാണ് കിഷോർ ഉസ്താദിന് വേണ്ടി ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഞാൻ റെക്കോർഡില്ലേന്ന്. അപ്പോ എന്റെ സംസാരം തന്നെ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യണ്ടല്ലോ വിചാരിച്ച കുറച്ച് നേരം വൈകിയത് ഓഫാക്കാൻ. അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ സംസാരിക്കണം നമ്മൾ തന്നെ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അല്ല, അപ്പോ ഇതിപ്പോ എന്താന്ന് പറഞ്ഞാല് പിന്നെ ഈ അസ്കർ അടിച്ച ഈ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്കിൽ അടിച്ചാൽ അത് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇത് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഐക്കൺ വരും. അതിൽ ക്ലിക്ക് ചെയ്താല് ഇപ്പൊ ഞാൻ ഈ അടിക്കണ ഈ മാറ്റർ ഈ മാറ്റർ എന്റെ മൗസിലുണ്ട്. അപ്പൊ ഈ മൗസിലുള്ള മാറ്റർ നമുക്ക് ഇതൊരു കോഡ് കൊടുത്തുകാണ്ട് അവിടെ ഉണ്ടായാല് അതിന് എന്താ കോഡ് കൊടുക്കേണ്ട വെച്ചെങ്കിൽ ഇപ്പൊ അതിന് പരസ്യം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ PR അല്ലെങ്കിൽ PRA എന്നൊക്കെ കൊടുത്താല് പിന്നെ ആ PRA എന്ന് അടിച്ചാൽ മതിയാവും. അപ്പൊ ഈ പരസ്യം നമ്മൾക്ക് എന്ത് ചെയ്യും, PRA എന്ന് അടിച്ചിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പരസ്യം കൊണ്ട് നമ്മൾ ഇതിലേക്ക് വരും, സ്ക്രീനിലേക്ക് വരും. നമ്മൾ പിന്നെ രണ്ടാമത് മൗസിൽ നിന്ന് അടിച്ചേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഇത്. അത് സെറ്റിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിന്റെ ഐക്കൺ ഇവിടെ താഴെ വരും. ഐക്കൺ വന്ന് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ സെറ്റിംഗ്സിന് വരും. ആ ന്യൂ സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ മൗസിലുള്ള സാധനം ഇപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അറബിയിൽ അസ്സലാമു അലൈക്കും നമ്മൾ പേസ്റ്റ് നമ്മൾ മൗസിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ആ പ്രസിന്റെ ഇപ്പൊ തന്ന ലിങ്കിന്റെ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൽ തന്നെ ആ വരുന്ന പേജിൽ ഉണ്ടാവും മുകളിൽ അസ്സലാമു അലൈക്കും. പിന്നെ അതിന് നമ്മളോട് ചോദിക്കണം അതിന് നിങ്ങൾ ഏത് കോഡാ കൊടുക്കണം, എന്ത് കോഡാ കൊടുക്കണം വെച്ചാൽ പിന്നെ നമ്മൾ അടിക്കേണ്ട സമയത്ത് ആ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വരും. ഇപ്പൊ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ AS എന്നാണ് കോഡ് കൊടുത്തത്. അപ്പൊ എനിക്ക് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ സലാം അടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് AS അടിച്ചാൽ സ്ക്രീനിൽ അസ്സലാമു അലൈക്കും വരും. അതിന് മറുപടി WS എന്നാണ് ഞാൻ പിന്നെ വലൈക്കും അസ്സലാം എന്നുള്ള കൊടുത്തത്. അപ്പൊ ആരെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വലൈക്കും അസ്സലാം അടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് WS അടിച്ചാൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് വരും. അതാണ് അതിന്റെ ഗുട്ടൻസ്. അത്രേ ഉള്ള അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കോഡാണ്. പിന്നെ ഇതപ്പൊ ഞാൻ വലൈക്കും അസ്സലാം അടിച്ച് WS ആണ് അടിച്ചത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് സംഗതി നടക്കും. അതാണ് അതിന്റെ ഗുട്ടൻസ്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ.
ഓക്കെ, ഹുസൈൻ ചെട്ടിപ്പടി, ഞങ്ങൾ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും കേട്ടില്ല. പിന്നെ ഒരു സുഹൃത്തിന് ചില സമയങ്ങളിൽ മൈക്ക് എടുക്കാൻ കഴിയുന്നില്ല, മൈക്കിൽ സംസാരിച്ചാൽ റെക്കോർഡ് ആവുന്നില്ല, ഒന്ന് വിശദീകരിക്കാമോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാഹിദ് ആബിദ് 786 റൂമിലുണ്ടോ? ഷാഹിദ് ആബിദ് കേൾക്കുന്നുണ്ടോ? ഷാഹിദ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന റെക്കോർഡർ ഏതാണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടാ. ഷാഹിദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന റെക്കോർഡർ ഏതാണെങ്കിൽ ആ റെക്കോർഡർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. നിങ്ങൾ സംസാരിക്കുന്നത് റെക്കോർഡ് ആവുന്നില്ല, മൈക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ആ റെക്കോർഡറിനകത്ത്, ഉദാഹരണത്തിന് ഫ്രീ ഹൈക്കു റെക്കോർഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റീരിയോ മിക്സിൽ മൈക്രോഫോൺ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന്റെ മുകളിലായിട്ട് തന്നെ അവിടെ മൈക്രോഫോൺ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് റെക്കോർഡ് ആവുന്നതാണ്. അറിയിക്കുന്ന മൈക്കൂട്ടി. അതെ, ഇവിടെ സുഹൃത്ത് അടിച്ചിട്ട് യൂട്യൂബിൽ പിന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ട്യൂട്ടോറിയൽ അതിനകത്ത് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഏത് സംഭവം ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ വീഡിയോസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. എങ്ങനെയാണ് ഇത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ അതിന്റെ വീഡിയോസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കുക കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്മേലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ രജിസ്ട്രിയിലൊക്കെ പോയിട്ട് കളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് അതിന്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഡിലീറ്റ് ചെയ്യാനൊക്കെ പാടുള്ളൂ എന്ന് അറിയിക്കുന്നു. എന്തായാലും മൈക്കൂട്ടു ഉസ്താമാരാരെയും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. മൈക്കൂട്ടു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.